ഹലോ അസ്സാം വലൈക്കും. നമുക്ക് മുട്ട റോസ്റ്റ് കണ്ടാലോ. അതിലേക്ക് ആവശ്യമായി 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ പെരുംജീരകം നല്ല പൊട്ടിയതിന് ശേഷം 2 സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള നല്ല വഴണ്ട് ബ്രൗൺ കളറായതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. ഒരു തണ്ട് കരിവേപ്പില, ഒരു പച്ചമുളക്. അത് നല്ല വഴണ്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്തി കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂണാണ് മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞിട്ട് കൊടുത്ത് തക്കാളി വഴണ്ടി വന്നതിന് ശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഗ്രേവിയോട് കൂടിയുള്ള മുട്ട റോസ്റ്റാണ്. അത് നല്ല മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. അതിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലൊന്ന് അടിച്ച് ഗ്രേവിയൊക്കെ നമുക്ക് വറ്റിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് അരി അരിച്ച പത്തിരിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അരിച്ചുട്ട പത്തിരി എന്ന് പറയും. നല്ല ടേസ്റ്റുള്ള മുട്ട റോസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുക. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും. എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്